പാച്ചുവേ പാച്ചു പാച്ചുവേ എന്താടാ കോവാല? എന്താടാ കോവാല? കോഴി കോട്ട് മേടിക്കുന്ന പോലെ കോട്ട് മേടിച്ചോണ്ട് പെരക്കകത്ത് കിടന്നാ പോരാ. എടാ നീ ഇന്നത്തെ പത്രം വായിച്ചോ? ആ അത് ഇന്നലെ വൈകിട്ട് വായിച്ചിട്ടല്ലേ കിടന്നേ? അണ്ണാക്കി കുത്തിക്കിട്ട്. എടാ ഇന്നത്തെ പത്രം ഇത് നോക്കിയേ. ഇതെന്തുവാ ഈ വാർത്ത കാണുന്നു? വായിക്കും. ഫ്രണ്ട് പേജിൽ തന്നെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള പത്രത്തിന്റെ ഫ്രണ്ട് പേജിലൊരു വാർത്ത. എന്തുവാ ഇത്? മായൻ കലണ്ടർ പ്രാർത്ഥിക്കുന്ന കണ്ടോ ആൾക്കാര്? മായൻ കലണ്ടർ പ്രകാരം 2012 ഡിസംബർ 31, അതായത് ഇന്ന് രാത്രി 12 മണിയോടുകൂടി ലോകം അവസാനിക്കുന്നു എന്ന് ലോക ജനത വിശ്വസിക്കുന്നു. അങ്ങനെയൊന്നും ലോകം അവസാനിക്കില്ല. ഇതൊക്കെ എന്നേ പറയണതാ. ആ നീ ഇങ്ങനെ കേടാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ജീവിതത്തിലെല്ലാം ആസ്വദിച്ചു കഴിഞ്ഞു. പക്ഷേ നീയോ? ഞാൻ ജീവിതത്തിൽ എന്തോ ആസ്വദിക്കാതിരുന്നിട്ടുള്ളത്. രഘുവണ്ണന്റെ കടയിൽ മൂക്കുപൊടി മാത്രമല്ലേ ആസ്വദിച്ചിട്ടുള്ളൂ. ആ പിന്നെ ഷക്കീലയുടെ പടവും. ഇത് രണ്ടും അല്ലാതെ നിന്റെ കല്യാണം എന്നാ തീരുമാനിച്ചേക്കുന്നേ? കല്യാണം ജനുവരി 15. ജനുവരി 15 അന്ന് നീയൊക്കെ കാണുമോടാ? അയ്യോ ഇന്ന് രാത്രി ലോകം അവസാനിച്ചാ പിന്നെ ഞാൻ അയ്യോ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. നീ കരയണ്ട. ദൈവം നിനക്ക് വേണ്ടി ഒരു കൺസെഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുമെന്നാണല്ലോ കർത്താവ് പറഞ്ഞേക്കുന്നത്. അയ്യോ അപ്പൊ നമുക്ക് അവിടെ വെച്ച് ചടങ്ങ് നടത്താം. എന്താ? അയ്യോ എന്നാലും ഹണിമൂൺ ആഘോഷിക്കാൻ ഇവിടെ ഊട്ടിയിൽ വരണ്ടേ? അതിന് ലോകം അവസാനിച്ചാ ഊട്ടി കാണുമോ? പിന്നെ അന്ന് ഊട്ടി കാണത്തില്ലടാ, പിന്നെന്തോ ചെയ്യും പറ. അയ്യോ എന്റെ 3000 രൂപയും പോയി. എങ്ങനെ? എടാ ലോകം അവസാനിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ പോയി പല്ലിൽ കമ്പി ഇടൂലായിരുന്നു. അയ്യോ സൗന്ദര്യം വരുത്താൻ വേണ്ടി ഇനി ഒരു പാക്കറ്റ് സിമെന്റ് കൂടെ മേടിച്ചാൽ അങ്ങ് വാർക്ക. നിനക്ക് സ്വർഗത്തിൽ വീട് വെച്ച് താമസിക്കാം. എടാ വായി നോക്കി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? പറ, എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇനി എത്ര മണിക്കൂറുണ്ട്? ഇനി എത്ര മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാവിലെ 8, ഇന്ന് രാത്രി 12 മണിക്ക് ലോകം അവസാനിച്ചിരിക്കും. 8 അപ്പൊ കിടന്നാ നീ അങ്ങ് ഉറങ്ങിപ്പോ മുമ്പത്തെ പോലെ. എന്നാ വേണ്ട. എന്തോ ചെയ്യാനുണ്ട് പറ. എടാ എനിക്ക് 12 മണി വരെ ഉള്ളൂ അല്ലേ? എടാ എന്തോ ഇവിടെ എനിക്ക് എല്ലാം ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അമ്മ ലോകം അവസാനിക്കാൻ പോണെന്ന് നാട്ടുകാരെ കൂടെ പറഞ്ഞ് മനസ്സിലാക്കടാ. മിണ്ടാതിരി, നമുക്ക് ആരും അറിയാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതെല്ലാരും അറിഞ്ഞിട്ടുണ്ടോ? എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. മിക്കവാറും ആൾക്കാരെല്ലാം പള്ളിയിലും അമ്പലത്തിലും ഒക്കെ ആയിരിക്കും. നമുക്ക് ഈ കണക്കിന് നമുക്ക് ആസ്വാദനം തുടങ്ങാം. ഓക്കെ, നമുക്ക് അടിച്ചു പൊളിക്കാം. അടിച്ചു പൊളിക്കാൻ ആരും അറിയണ്ട. ഇന്നൊരു ദിവസം നമ്മൾ രാജാവിനെ പോലെ ജീവിക്കണം. എവിടെ? ഇന്ന് ഒരു ദിവസം അല്ല 12 മണി. 12 മണി വരെ ഉള്ളൂ. തീരുമാനം എടുത്തോ? നീ എന്റെ കൂടെ നിൽക്കുവേ? ഞാൻ ഉണ്ട്. ധൃതി വെച്ചാണോ? എടാ ഈ വിരലെല്ലാം കൂടെ കടിച്ച് തിന്നാതെ. എനിക്ക് ടെൻഷൻ ആയടാ. എന്തിന്? എന്റെ കല്യാണം നടക്കൂലല്ലോ. ഞാനേ അയ്യോ 12 മണിക്ക് ലോകം അവസാനിക്കുമെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ട് വരാം. മതിയെ പറ. അവരെല്ലാം കേട്ടോണ്ട് പോയി കണ്ടോ? എടാ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് വരാം. അവര് സങ്കടപ്പെടത്തില്ലോടാ. ഇനി കുറച്ച് സമയമുള്ളൂ. അവരെ കൂടെ ദുഃഖത്തിലാഴ്ത്തണോ? അയ്യോ എന്റെ എത്രയോ നടക്കാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ. അയ്യോ അതൊന്നും ഇനി നടക്കൂലല്ലോ. അത് നടത്തി തരാം. നിന്റെ ആഗ്രഹം എന്താന്ന് പറ, ഞാൻ നടത്തി തരും. 12 മണി വരെ ഉള്ളൂ. അതിനിടയ്ക്ക് നിനക്ക് നടത്തി തരാൻ പറ്റും? പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ഞാൻ പറയടാ. നീ നടത്തി തരുമോ? നടത്തി തരും. എന്റെ വലിയ ആഗ്രഹമാണ് എനിക്കൊന്ന് അമേരിക്ക വരെ പോകണം. അമേരിക്കയിൽ? അയ്യോ അമേരിക്ക തൊട്ടപ്പുറത്ത്. നമുക്ക് ആട്ടം വിളിച്ചങ്ങ് പോടാ. എടാ എന്നെ കാനഡയിലെങ്കിലും. എടാ പോടാ അവിടെ. വേറെ വല്ലതും പറയടാ. എനിക്ക് ഈ ഗംഗയിലൊന്ന് മുങ്ങി കുളിക്കാൻ പറ്റൂ? നമുക്കൊരു കാര്യം ചെയ്യാം. തോർത്തെടുത്തോട്ടോ ഓടി അങ്ങ് പോകാം ഗംഗയിലോട്ട്. എടാ വല്ലതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യം പറ. എനിക്ക് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു 15 പവന്റെ മാല എന്റെ കഴുത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കണമെന്ന്. അതിനി നടക്കൂലല്ലോ. അത് നിസ്സാര കേസ്. ഞാൻ സാധിച്ചു തരും. 15 പവന്റെ മാല ഇല്ലെങ്കിൽ പിന്നെ കോവാലിൽ എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? വാങ്ങിഞ്ഞോട്ട് 15-20 പവന്റെ മാല മേടിച്ചു തരും. പാടാ. കെ കോവാലൻ, വലിയവിളയിൽ, കൊറ്റാർകാവ്, കരമന PO, തിരുവനന്തപുരം. നിന്റെ പി പാച്ചു, രാജേഷ് ഭവൻ, പുന്നമ്മൂട് പള്ളിച്ചൽ PO, ട്രിവാൻഡ്രം 695020. ഫോൺ 9947422243. ഇതിന് ഞാൻ എന്ത് വേണം? നിന്റെ പേരെന്താ? എന്റെ പേരെന്തിനാ നിങ്ങൾ അറിയുന്നത്? അല്ല ആരാ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ നമുക്ക് അറിയണ്ടേ? പോലീസ് സ്റ്റേഷനിലോ? പരാതി കൊടുക്കാനോ? എന്തിന്? ഞങ്ങൾ നിന്റെ മാല പിടിച്ച് പറിച്ച് പൊട്ടിച്ചോണ്ട് പോകാൻ പോന്നു. മാല? പോരാ, ആംബിയർ പോരാ, മുറുക്ക വിളിച്ചു പോ. അയ്യോ അങ്ങനെ വിളി. അത് പോരാ. അയ്യോ ഞങ്ങള് മാല പൊട്ടിച്ചോ. നിന്നെയൊക്കെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേട്ടോടാ. നിന്നെ ഞാൻ കൊല്ലൂടാ. ഞാൻ പണ്ട് മുതലേ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഈ പെണ്ണുങ്ങൾക്ക് ഭയങ്കര മുടയാണ്. നിന്റെയൊക്കെ
അയ്യോ, എന്നെ അടിച്ച് എന്റെ മാല കൊണ്ടുപോയാ. എടാ, നിന്നെ ഞാൻ കാണിച്ചു തരാടാ. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ രാത്രി 12 മണിക്ക് മുമ്പായിട്ട് പോലീസ് വരാൻ പറയണം. അല്ലെങ്കിൽ ഞങ്ങൾ കാണത്തില്ല, പോലീസും കാണത്തില്ല, നീയും. നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേട്ടോടാ, നീ നോക്കിക്കോ.